Meet the editors. കേന്ദ്ര സർക്കാരിന്റെ SFIO അന്വേഷണ പ്രഖ്യാപനത്തിന് ശേഷവും മുഖ്യമന്ത്രിയുടെ മകൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് CPIM. മകളുടെ പേരിലാണെങ്കിലും അച്ഛനിലേക്ക് എത്താനാണ് ശ്രമം. നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിയമപരമായി നേരിടുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. മാസപ്പടി കേസിനെ കുറിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണനയ്ക്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. ROC കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയ അന്വേഷണം വന്നപ്പോഴും വീണയ്ക്ക് പിന്നിൽ ഉറച്ചുനിന്ന പാർട്ടിക്ക് SFIOയുടെ അന്വേഷണം വന്നിട്ടും മാറ്റമൊന്നുമില്ല. വീണയെയല്ല, അച്ഛൻ പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാണ് അന്വേഷണമെന്നാണ് പാർട്ടിയുടെ വീക്ഷണം. എക്സാലോജിക് കേസുമായി ഹൈക്കോടതിയിൽ പോയ ഷോൺ ജോർജിന് BJP ഭാരവാഹിത്വം നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് CPIM അന്വേഷണത്തിന് രാഷ്ട്രീയം ആരോപിക്കുന്നത്. എക്സാലോജിക് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ആ കേസ് തന്നെ നൽകിയിട്ടുള്ള ഷോൺ ജോർജിന് BJP അംഗത്വം നൽകിയിരിക്കുകയാണ്. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്താനുള്ള സംഘപരിവാറിന്റെ നിലപാടിന്റെ ഭാഗമായാണ് ഇത്തരമൊരു കാര്യം വന്നിട്ടുള്ളത് എന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ്. മാത്യു കുഴനാടനാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണനയ്ക്ക് എടുക്കാൻ വിസമ്മതിച്ചു. ഇതോടെ പ്രതിഷേധത്തിലേക്ക് വന്ന പ്രതിപക്ഷം സ്പീക്കറുടെ തീർപ്പിൽ സംശയം ഉന്നയിച്ചു. ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും സംബന്ധിച്ച് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. നിയമസഭയിൽ പോലും ഇന്ന് വന്നില്ല. മാത്രമല്ല, ഭരണകക്ഷി അംഗങ്ങൾ പ്രകോപിതരായി ഈ വിഷയം അവതരിപ്പിക്കാതിരിക്കാൻ മനഃപൂർവ്വമായിട്ടാണ് അവരാണ് ബഹളം ഉണ്ടാക്കിയത്. നോട്ടീസ് പരിഗണിക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞ ചട്ടം 53 വായിച്ചുകൊണ്ടായിരുന്നു ചെയറിന്റെ മറുപടി. Rule 53. No motion which seeks to raise discussion on a matter pending before any statutory tribunal or statutory authority performing any judicial or quasi-judicial functions or any commission or court of inquiry appointed to inquire into or investigate any matter shall ordinarily permitted to be moved. Order. സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി സഭയിലുണ്ടായിരുന്നില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ചോദ്യം ഇതാണ്: എക്സാലോജിക് എല്ലാം രാഷ്ട്രീയമോ? നികേഷ് കുമാർ, ഈ ചർച്ച കുറച്ച് ദിവസങ്ങളായി നമ്മൾ തുടരുന്നു. ഇന്നിപ്പോ CPM അതിനെ പ്രതിരോധിച്ചിരിക്കുന്നത് എല്ലാം രാഷ്ട്രീയമാണ്, എക്സാലോജിക് മൈനസ് പിണറായി വിജയൻ, ഒന്നുമില്ല ഈ കേസിൽ എന്നാണ്. അങ്ങനെയാണോ? സ്വാഭാവികമായിട്ടും CPM അങ്ങനെയാണല്ലോ അതിനോട് പ്രതികരിക്കുക. CPMനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി അവരെടുക്കുന്ന നിലപാട് അതാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടക്കത്തിൽ തന്നെ ഇക്കാര്യത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. പിണറായി വിജയൻ മൈനസ് എക്സാലോജിക്ക്, ഇതിലൊന്നുമില്ല എന്നുള്ള വാദം MV ഗോവിന്ദൻ തുടരുകയാണ്. മാത്രമല്ല, കുറച്ചുകൂടി അതിനെ രാഷ്ട്രീയമായി നേരിടും എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട് MV ഗോവിന്ദൻ എന്നുള്ളതാണ് ഞാനിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നമുക്ക് ഇതിനകത്ത് കൂടുതൽ അപ്ഡേഷനൊന്നുമില്ല. റൂൾ 53 പ്രകാരം ഇത് ചർച്ച ചെയ്യാനാകില്ല എന്നാണ് ഇന്ന് സ്പീക്കർ N ഷംസീർ പറഞ്ഞിട്ടുള്ളത്. നിയമസഭയിൽ മുഖ്യമന്ത്രിയും എത്തിയിട്ടില്ല. അതിൽ മറ്റൊരു കക്ഷിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും നിയമസഭയിൽ കണ്ടില്ല. അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകേണ്ടതായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹവും കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കേസ് എന്തായാലും SFIO അന്വേഷണത്തിന് പോയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ROCയുടെ 3 അംഗ സമിതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഇപ്പോൾ 4 അംഗ സമിതിയുടെ 8 മാസത്തെ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് SFIO അന്വേഷണവും ഉള്ളത്. അന്വേഷണം നടക്കട്ടെ, അതിനകത്ത് സാധ്യമായ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിലൊക്കെ തന്നെയും പുറപ്പെടുവിക്കുന്ന അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം. അത് സാധ്യമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് പ്രാഥമികമായി പറയാനുള്ളത്. നമുക്ക് ചർച്ച വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ കൂട്ടിച്ചേർത്തോളാം. ഈ വിഷയത്തിൽ ഇന്ന് മറ്റൊരു കേസിൻ്റെ സുപ്രധാനമായ ഒരു വിധി വന്നിരുന്നു. അത് ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. ബിനീഷ് കൊടിയേരിയുടെ പേരിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കള്ളപ്പണം ഇടപാട് കേസ്, അതാണ് ED രജിസ്റ്റർ ചെയ്തിരുന്ന കേസ്. പക്ഷേ അതിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മയക്കുമരുന്ന് ഇടപാട് നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അത് ED കേസായി മാത്രം മാറുകയാണ് ചെയ്തത്. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ ബിനീഷ് കൊടിയേരിക്ക് അനുകൂലമായൊരു വിധി വന്ന ദിവസമാണിന്ന്. ജാമ്യത്തെ എതിർത്തുകൊണ്ടാണ് ED ഇന്ന് കോടതിയിൽ പോയത്. പക്ഷേ കോടതി വളരെ വ്യക്തമായി ജാമ്യം നിഷേധിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ EDയെയും ഇത്തരം കേന്ദ്ര സർക്കാരിൻ്റെ ഉപകരണങ്ങളെയും ഏജൻസികളെയും രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് വസ്തുതയായിരിക്കെ പല കേസുകളിലും ഇതിൻ്റെ പേരിൽ
നടക്കപ്പെടുന്ന നിയമലംഘനങ്ങളെ ഇതിൻ്റെ പേരിൽ ന്യായീകരിക്കുന്നതായും കാണുന്നുണ്ട്. അതിലൊന്നാണ് ഹേമന്ത് സോറൻ്റെ കഥ. ഹേമന്ത് സോറൻ്റെ വീട്ടിൽ നിന്നാണ് 36 ലക്ഷം കണ്ടെത്തിയത്. നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തതാണ്. ഈ കേസിൽ ഒരു പൊതു താല്പര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം മലിനീകരണം നടത്തുന്ന ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സ്മൂത്തായി നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി പലതരത്തിലുള്ള പണമിടപാടുകൾ നടത്തി എന്ന് കമ്പനി തന്നെ സമ്മതിക്കുന്നൊരു കേസാണ്. അപ്പോൾ അത് കൃത്യമായും വലിയ ലാർജറായിട്ടുള്ള വലിയൊരു പൊതു താല്പര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കേസാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭാ ചട്ടം 118 അനുസരിച്ച് ഏതൊരു നിയമസഭാ അംഗത്തിനും ഒരു പൊതു താല്പര്യത്തെ മുൻനിർത്തി ഒരു പ്രമേയം അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം സബ്ജക്റ്റ് ടു അതർ റൂൾസ് ആണെങ്കിൽ പോലും അത് സ്പീക്കർക്ക് തീരുമാനിക്കാം. അങ്ങനെ ഒരു പൊതു താല്പര്യമുണ്ട്, അത് ഏതെങ്കിലും ട്രിബ്യൂണലിൻ്റെ പരിഗണനയ്ക്കിരിക്കുന്ന വിഷയമാണെങ്കിൽ പോലും അത് ട്രിബ്യൂണലിൻ്റെ വിധിയെ ബാധിക്കില്ലെന്ന് തീരുമാനിച്ചാൽ അനുവദിക്കാവുന്നതാണ്, സർക്കാരിന് അനുവദിക്കാൻ തീരുമാനിക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. ഇന്ന് 2 പ്രമേയങ്ങളാണ് ഇന്ന് സഭയിൽ വന്നത്. ഒന്ന് അടിയന്തര പ്രമേയമായി വന്നത് എക്സാലോജിക് വിഷയം, മറ്റൊന്ന് കേന്ദ്രത്തിനെതിരായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രമേയം. അപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഈ സാമ്പത്തിക ഞെരുക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആ വിഷയവും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായിട്ടും സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തിന് അനുമതി നൽകുന്നു. റൂൾ 53 മറികടന്ന് 133 മറികടന്ന്. അപ്പോൾ അത് സർക്കാർ കൊണ്ടുവന്ന കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണെങ്കിൽ പ്രമേയം അനുവദിക്കാമെന്ന നിലപാടെടുക്കുന്നു. എന്നാൽ മറുപക്ഷത്ത് 112ന്റെ അവകാശം ഉപയോഗിച്ചൊരു അംഗമായ മാത്യു കുഴൽനാടൻ കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയത്തിന് ഏതാണോ സർക്കാരിന് അനുകൂലമായി സർക്കാർ വ്യാഖ്യാനിച്ചത് അതേ വകുപ്പ് ഉപയോഗിച്ച് റൂൾ 53 ഉപയോഗിച്ച് അനുമതി നിഷേധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇന്ന് നിയമസഭയിൽ ആ തീരുമാനത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആ ഇരട്ടത്താപ്പിൻ്റെ രാഷ്ട്രീയമാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം SFIO പോലെ ഒരു ഏജൻസി ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അതിൽ സർക്കാരിൻ്റെ കമ്പനിയായ KSIDCയെ ആദ്യമായി SFIOയ്ക്ക് മുന്നിൽ കൊണ്ടുവരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ കേസിന് പൊതു താല്പര്യമില്ല എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ഇതൊരു പൊതു താല്പര്യം ഇതിലുണ്ട്. ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനല്ല CPM ശ്രമിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ വിഷയത്തിലുള്ള എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരണം, എല്ലാ അഴിമതിയും പുറത്തു വരണം, ചാരം മൂടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ വാദിക്കുന്നില്ല. സ്മൃതി, രാഷ്ട്രീയ പ്രേരിതമല്ല. രാഷ്ട്രീയം ഇതിൽ പരാതി ഉന്നയിച്ച ആളുകൾക്കൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു കേസ് അവിടെ നിൽക്കുന്നുണ്ട്. ആ കേസിൽ എന്ത് വിശദീകരിക്കുന്നു അഥവാ വിശദീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് പറഞ്ഞൊരു പൊതു താല്പര്യമുണ്ട്, ജനത്തിന് അറിയേണ്ടതുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെയാണ്, മുഖ്യമന്ത്രിയെ കൊടുക്കാൻ വേണ്ടിയാണ്, ഇതിൽ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറയുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നേരത്തെ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ വിധിയിൽ ഒരു വാചകമുണ്ടല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി ആ രൂപത്തിൽ പ്രതിക്കൂട്ടിലാണെങ്കിൽ മുഖ്യമന്ത്രി അത് വിശദീകരിക്കണം. കൈകൾ ശുദ്ധമാണെന്ന് വെറുതെ കൈ കാണിച്ച് പറഞ്ഞാൽ പോരാ. ഇന്നിപ്പോൾ സഭയിലുണ്ടായത് എന്താണ്? ഈ അടിയന്തര പ്രമേയം തള്ളുന്നു എന്നതിനപ്പുറം സഭയിൽ ഉന്നയിക്കാൻ പോകുമ്പോഴേക്കും ഭരണപക്ഷം വലിയ രൂപത്തിൽ ബഹളമുണ്ടാക്കിയാണ്. ആദ്യം തന്നെ പ്രതിരോധം തയ്യാറാക്കുകയാണ്. ആ വിഷയം ഉന്നയിക്കും മുമ്പ് തന്നെ ബഹളം വെക്കുന്നു. സഭാ TV ആകട്ടെ സഭയിലെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നതിൽ നിന്ന് പിന്നാക്കം പോകുന്നു. ഇന്ന് സ്പീക്കർ ചട്ടമൊക്കെ വായിച്ചല്ലോ. മുമ്പും ഇതേ വാദമുഖം സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കോടതിയിൽ നിൽക്കുന്ന കേസ് ആണ് എന്നുള്ളൊരു വാദമാണ് പ്രധാനമായിട്ടും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വണ്ടിപ്പെരിയാർ കേസിൽ സർക്കാരിൻ്റെ അപ്പീൽ ഹൈക്കോടതി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്മേൽ സഭയിൽ ചർച്ച നടന്നല്ലോ, അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടന്നല്ലോ. ഇതൊക്കെ പോട്ടെ, ബാർക്കോഴ കേസ് എങ്ങനെയാണ് ചർച്ച ചെയ്തത്? ബാർക്കോഴ കേസ് ചർച്ച ചെയ്യുകയാണ് ഉണ്ടായത്. സഭയിൽ എന്തൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ ചട്ടം പറഞ്ഞ് തടയുമ്പോൾ ജനത്തിന് മനസ്സിലാകുന്നത് എന്താണ്? ഈ വിഷയം ഇപ്പോൾ മിണ്ടാൻ പറ്റില്ല, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എന്തോ ഒരു വലിയ ബേജാറുണ്ട് CPM ആവർത്തിച്ച് സെക്രട്ടേറിയറ്റിന് പ്രസ്താവന വരുന്നു, പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നു, ഇന്ന് വീണ്ടും പാർട്ടി സെക്രട്ടറി സംസാരിക്കുന്നു. എത്രത്തോളം ദുർബലമാണ് ആ വാദങ്ങൾ എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞത് വീണ വിജയന് ഒരു പ്രതികരണം നടത്താൻ പോലും അവരുടെ ഭാഗം വിശദീകരിക്കാൻ പോലും അവസരം സൃഷ്ടിച്ചില്ല എന്നുള്ളതായിരുന്നു. ആ അവസരം വന്ന സമയത്ത് കൃത്യമായ വിശദീകരണം നൽകിയില്ല എന്നുള്ളതാണ് ROC പറഞ്ഞിരിക്കുന്നത്. അതിന്മേലാണല്ലോ SFI അന്വേഷണം വരുന്നത്. SFI അന്വേഷണം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ക്രമക്കേട് അന്വേഷിക്കുന്ന ഏജൻസിയാണ്. ആ ഏജൻസിയുടെ അന്വേഷണം വരുമ്പോൾ വിശദമായ കാര്യങ്ങൾ പറയാൻ ഇല്ല എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഷോൺ ജോർജ് നമ്മുടെ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രതികാരമുണ്ട്, എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചതിനോട് പ്രതികാരമുണ്ടെന്ന് ഇന്നും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ ആ പ്രതികാരം പ്രവർത്തിച്ചിരിക്കാം. അന്നേ ദിവസം തന്നെയാണ് PC ജോർജിൻ്റെ മകനും BJPയിൽ ചേരുന്നത് എന്നതും അതിലൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. പക്ഷേ PC ജോർജൊക്കെ ഒരു വലിയ ഘടകമാണോ ഇതിലെന്നുള്ളതാണ്. PC ജോർജ് ആണോ ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം? ഇത് ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുമ്പോൾ വ്യക്തമായ ഒരു മറുപടി എവിടെ നിന്ന് വന്നിരിക്കുന്നു? നേരത്തെ പറഞ്ഞ പോലെ ബിനീഷ് കോടിയേരിയുടെ കേസ് പറഞ്ഞല്ലോ. അപ്പോൾ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവുണ്ടായെന്ന്. ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ എന്താണ് ഈ പാർട്ടി എടുത്ത നിലപാട്? പ്രതികരിച്ചില്ല. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടിയേരി മാറിയിരുന്നു.
ഈ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പാടുന്ന പാട്ടുകളുടെ കാര്യത്തിൽ അത് 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 സ്വാഭാവികമാണെന്നും അത് തെറ്റില്ല എന്നും പി ജയരാജൻ അടക്കം പറയുന്ന കണ്ടു. അതേസമയം പി ജയരാജന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അങ്ങനെയല്ല. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ വേറെ രൂപത്തിൽ തന്നെ പാർട്ടി പ്രവർത്തിക്കുന്നു. കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് പിണറായി വിജയൻ ഭയക്കുന്നത്? ഒരു ഭയമുണ്ട്. ഭയക്കുന്നുണ്ടെന്നാണ് ജനത്തിന് മനസ്സിലാവുക. കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ലെന്നേ. ജനങ്ങൾക്ക് അറിയണ്ടേ എന്താണ് മറയ്ക്കാൻ ശ്രമിക്കുന്നത്? ഒരു പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ പോലും അതൊരു ദുർബലമായ പ്രതിരോധമാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, നോക്കൂ, ഇപ്പം ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ അവസാനിക്കുന്നത് ജാർഖണ്ഡ് കേസുമായി ബന്ധപ്പെട്ട് അവസാനിക്കുന്ന വരി എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഈ പറയുന്ന അഴിമതി കേസുകൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ BJP ആണോ അല്ലയോ എന്നത് മാത്രമാണ് മാനദണ്ഡം എന്നായിരിക്കുന്നു എന്നൊരു ദേശീയ ദിനപത്രം, ഹിന്ദു പോലൊരു ദിനപത്രം പറയുകയാണ്. നിശ്ചയമായും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അപ്പോഴും അരുൺ സൂചിപ്പിച്ചതുപോലെ ഓരോ കേസെടുത്ത് പരിശോധിക്കുമ്പോഴും, നമ്മളത് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഓരോ കേസെടുത്ത് പരിശോധിക്കുമ്പോഴും അവിടെയെല്ലാം ഈ പറയുന്ന ഏജൻസികൾക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഹേമന്ത് സോറൻ്റെ കാര്യത്തിൽ 36 ലക്ഷത്തിൻ്റെ കള്ളപ്പണം പിടിക്കുന്നു. അതുപോലെ ഈ പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെയും തേജസ്വി യാദവിൻ്റെയും കാര്യത്തിൽ 600 കോടി രൂപയുടെ ജോബ് ഫോർ ലാൻഡ് എന്ന് പറയുന്ന സ്കാം നിലനിൽക്കുന്നു. അതേസമയം ശാരദാ ചിറ്റ് ഫണ്ട് പോലൊരു പ്രശ്നം ഉണ്ടാക്കുന്ന സുവേന്ദു അധികാരി വളരെ പുഷ്പം പോലെ രക്ഷപ്പെടുന്നു ഇപ്പുറത്ത് BJP-യിലേക്ക് വരുമ്പോൾ. അജിത് പവാറിനെതിരെ ഇറിഗേഷൻ്റെ വലിയ അഴിമതിയാണ്, ഇറിഗേഷൻ സ്കാം 1000 കോടിക്ക് മേലുള്ള അഴിമതിയാണ്. അജിത് പവാർ BJP-യിലേക്ക് വരുമ്പോൾ ആ കേസ് പോകുന്നു, എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ ഏജൻസികൾ അന്വേഷിക്കുമ്പോഴും ആ അന്വേഷിക്കാൻ പാകത്തിലൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം MV ഗോവിന്ദൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ എക്സാലോജിക് മൈനസ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നാണ്. അതാണ് വളരെ കൃത്യമാണ്. കാരണം എക്സാലോജിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചർച്ചാ വിഷയമായി മാറുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് പൊതുസമൂഹത്തിന് അതിനകത്തൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഇപ്പം അരുൺ ഒരു കമ്പനിയുമായി, നികേഷിൻ്റെ കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും ആ കരാറിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവുകയും ആ വീഴ്ചയുടെ ഭാഗമായിട്ട് ഒരു ഏജൻസി വന്ന് അന്വേഷിക്കുകയും ചെയ്താൽ ഞാനോ സ്മൃതിയോ അക്കാര്യത്തിൽ വലിയ കൺസേൺഡ് ആയിരിക്കില്ല. അതേസമയം ഒരു മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ അത് വലിയ ചർച്ചയാകും. അവിടെ ആ കേസിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ ആർക്കാണ് ബാധ്യതയുള്ളത്? അത് മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്, മുഖ്യമന്ത്രിയുടെ മകൾക്കും ബാധ്യതയുണ്ട്. ഇനി ഇവിടെയുള്ള പ്രശ്നം, ഈ കേസ് വളരെ സിമ്പിളാണ്. 2 കേസുകൾ നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, എന്ത് സേവനം കൊടുത്തു എന്നുള്ളത് വ്യക്തമാക്കണം. എന്ത് സേവനം കൊടുത്തു എന്നുള്ളത് വ്യക്തമാക്കുന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കും. അതിന് ഈ പറയുന്ന ROC-യിൽ അവസരമുണ്ടായിരുന്നു. അതിൽ നിന്ന് ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്നാണ് ROC-യുടെ റിപ്പോർട്ടുള്ളത്. ഇവാസീവ് എന്നൊരു വാക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തതയില്ല, അപര്യാപ്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 447 എന്ന് പറഞ്ഞ വലിയൊരു വകുപ്പ് അവിടെ ചുമത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഈ കമ്പനിയെ ഡോർമെൻ്റായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയ രേഖകൾ വ്യാജമാണെന്നുള്ളത്. ഈ 2 കേസുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ 2 കേസുകളിലും വ്യക്തത വരുത്തിയാൽ ഈ പ്രശ്നം അവസാനിച്ചു. അത് വ്യക്തത വരുത്താൻ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നയാളെന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് അവർക്കും പൊതുമണ്ഡലത്തോടൊരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഈ 2 പേരും ഇതിലൊരു വ്യക്തത വരുത്തുന്നതോടുകൂടി മാത്രമേ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഇക്കാര്യത്തിലൊരു ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, SFIOയുടെ വരവെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഈ കേസിൽ. ഞാനൊരു കണക്ക് പരിശോധിക്കുമ്പോൾ ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഈ പറയുന്ന 2018-19 ലക്ഷക്കണക്കിന് കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ 39 കേസാണ് SFIOയിൽ വന്നിരിക്കുന്നത്. 19-20 വരുന്നത് 26 കേസാണ്. 20-21 വരുന്നത് 14 കേസാണ്. അത് നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് കോർപ്പറേറ്റ് കമ്പനികൾ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന 39, 26, 14 എന്നൊക്കെ പറഞ്ഞ തുച്ഛമായ കേസുകളാണ് SFIOയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് അത്രയേറെ ഗുരുതരമായൊരു കേസാണ്. അവരന്വേഷിക്കുക, സ്വാഭാവികമായിട്ടും അവരുടെ അന്വേഷണ പരിധിയിൽ വരിക. പിന്നെ ഇതിനകത്ത് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഇതിനൊരു സിവിൽ കോർട്ടിൻ്റെ പവറുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് കസ്റ്റഡിയിൽ എടുക്കാം. നേരത്തെ പോലെ ഈ ROC-യിൽ പോയിട്ട് എനിക്കിത് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ എനിക്ക് കഴിയില്ല, അവർക്ക് കസ്റ്റഡിയിലെടുക്കാം. ആ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് റെയ്ഡ് ചെയ്യാം. ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. പിന്നെ ഇതിനകത്തൊരു ആശ്വാസകരമായ കാര്യം, ചിലപ്പോൾ ROC 3 മാസത്തെ സമയമാണ് പറഞ്ഞത്. ഇവരിപ്പോൾ 8 മാസത്തെ സമയമുണ്ട്. 8 മാസത്തെ സമയവും 4 മാസവും മറ്റത് 8 മാസവും. അപ്പോൾ ആ 8 മാസത്തെ സമയം നീട്ടി കിട്ടിയിരിക്കുന്ന ഒരു അർത്ഥത്തിൽ ആശ്വാസമാണ്. എന്തൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഇതിനെ കാണുന്ന ഒരു കേസുണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, കരിമണൽ കർത്തയെ പോലെ കേരളത്തിൻ്റെ പരിസ്ഥിതി നാശം വരുത്തുന്ന ഒരു കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾക്കുണ്ടാകുന്ന ഒരു കരാറ്
ഒരു എൻ്റർപ്രന്യൂർ എന്നുള്ള നിലയ്ക്ക് നിഷ്കളങ്കമായി കാണാൻ ഞാൻ എനിക്ക് ബോധ്യപ്പെടുന്നില്ല അത്. രണ്ട്, ഈ പറയുന്ന കരിമണൽ കർത്തയുടെ തന്നെ ഭാര്യ വേറൊരു കമ്പനി ഉണ്ടാക്കി എംപവർ ഇന്ത്യ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് വായ്പ കൊടുത്തിട്ടുണ്ട്. ആ കമ്പനി ഇപ്പം ഇല്ല, അത് ഡിസോൾവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ കമ്പനിയും ഇല്ല. അപ്പം അത് നിഷ്കളങ്കമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ KSIDCയുടെ നോമിനി ആയിട്ടുള്ള ഒരാൾ ഈ റിലേറ്റഡ് പാർട്ടി എഗ്രിമെൻ്റ് അറിഞ്ഞിട്ടില്ല എന്നതും നിഷ്കളങ്കമായി ഞാൻ കരുതുന്നില്ല. അപ്പം ഇതൊരു നിഷ്കളങ്കമായ ഇടപാടല്ല. പിന്നെ എനിക്കൊരു രാഷ്ട്രീയ ധാർമ്മികത കൂടിയുണ്ട്. അതായത് ഈ കരിമണൽ കർത്തയുമായിട്ടൊന്നും ഇത്തരത്തിലുള്ള ഇടപാടുകളിലേക്കും കരാറുകളിലേക്കും പോയി കൂടാ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് പക്ഷേ അങ്ങനെ അംഗീകരിക്കണമെന്നില്ല. അത്തരം ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ എൻ്റർപ്രന്യൂർ എന്നുള്ളതിലേക്ക് ആരുമായിട്ട് വേണമെങ്കിലും അവർക്ക് ഈ പറയുന്ന പിന്നെ ഇടപാടുകളിലേക്ക് പോകാം. പക്ഷേ CPMൻ്റെ ഒരു നയം എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും അടക്കം ഒരു ശുദ്ധതയോടുകൂടി പ്രവർത്തിക്കണം പൊതുസമൂഹത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് പാർട്ടിയുടെ തന്നെ ഒരു നിലപാടിന് എതിരായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികത പ്രശ്നമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ പൊളിറ്റിക്കൽ കറപ്ഷനാണ് എന്നുള്ള ആംഗിൾ ഞാൻ സമ്മതിക്കുന്നു. ആ പൊളിറ്റിക്കൽ കറപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ആ വലിയൊരു നെറ്റ്വർക്കിനെ ഈ കരിമണൽ കർത്ത മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പൊളിറ്റിക്കൽ കറപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെ സൈഡ് ലൈൻഡ് ആയിട്ടുണ്ട്. അതായത് അങ്ങോട്ടൊരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ ഇങ്ങോട്ടാകുന്നു അല്ലെങ്കിൽ 4 വിരൽ ഇങ്ങോട്ടാകുന്നു എന്നൊരു പ്രശ്നം പ്രതിപക്ഷത്തെയും അലട്ടുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ കറപ്ഷൻ കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഏതായാലും ഈ പറയുന്ന SFIOയുടെ അന്വേഷണം, ROCയുടെ അന്വേഷണം, ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ, ഇതൊക്കെ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതം മാത്രമല്ല, there's a strong കേസ് എന്നാണ് എൻ്റെ നിലപാട്. ഒരു പോയിന്റ് കൂടി ഞാൻ ഒന്ന് ആഡ് ചെയ്യട്ടെ. കാരണം ഇന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു കണക്കുകൾ, SFIOയുടെ പരിധിയിൽ വന്നിരിക്കുന്ന കമ്പനികളുടെ കേസുകൾ. ഇതിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് നിന്ന് ഒരു പൊതുമേഖലാ സ്ഥാപനം SFIOയുടെ, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുൻപിലേക്ക് പോയിരിക്കാൻ പോകുന്നത്. പൊതുമേഖലാ സ്ഥാപനം KSIDC ആണ്. അപ്പോൾ KSIDC എന്ന് പറയുന്ന നമുക്കൊക്കെ പങ്കാളിത്തമുള്ള ഒരു കമ്പനി, നമ്മളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന പൊതുതാൽപര്യമുള്ള ഒരു കമ്പനി ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുന്നിൽ പോയിരിക്കാൻ ഇടവന്നൊരു വിഷയം ഒരു പൊതുതാൽപര്യമല്ലേ? ഇതാണ് അടിസ്ഥാനമായുള്ള ചോദ്യം. അത് മാത്യു കുഴൽനാടൻ്റെ ചോദ്യത്തിനകത്തൊരു ലോജിക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒരു കോൺടെക്സ്റ്റ് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വന്ന ശേഷം തീർച്ചയായും അങ്ങേക്ക് പറയാനുണ്ടാവും എന്ന് എനിക്കറിയാം. രണ്ടാമത്തെ ഘട്ടത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിന് പിന്നിലെ രാഷ്ട്രീയ അഴിമതി എന്ന് പറയുന്നത് ചെറുതല്ല. ഇതൊരു എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് ആ തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുത്തുവെന്ന് കമ്പനിയുടെ CFO സുരേഷ് കുമാർ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന് മൊഴി കൊടുക്കുമ്പോൾ അതിൽ ഒരു വാചകം കൂടി പറയുന്നുണ്ട്. ദീസ് പേയ്മെന്റ്സ് ആർ മെയ്ഡ് ആസ് ഡിമാൻഡഡ് ബൈ ദം. ഏതൊക്കെ തരത്തിൽ ഡിമാൻഡ് ചെയ്യാം? നേരിട്ട് ഡിമാൻഡ് ചെയ്യാം, ബന്ധുമിത്രാദികളുടെ സ്ഥാപനങ്ങളിലേക്ക് വായ്പയായി ഡിമാൻഡ് ചെയ്യാം, ബന്ധുക്കളുടെയോ മകളുടെയോ പേരിലുള്ള കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിനുള്ള പ്രതിഫലമായിട്ടും ഡിമാൻഡ് ചെയ്യാം. കാരണം ഈ ത്രെട്ടുകളെ ഒഴിവാക്കണം എന്നതാണ് ഇതിലെ ആർഗ്യുമെന്റ്. ഇത് ചെറിയ കാര്യമല്ല. ഈ കർത്ത നേരത്തെ VM സുധീരനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തോൽപ്പിക്കുക? ജനങ്ങളിൽ സ്വാധീനമുണ്ടായി തോൽപ്പിക്കുകയല്ലോ, പണമിറക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ രാഷ്ട്രീയത്തിൽ ആ രൂപത്തിൽ ഇടപെടുന്ന ഒരാളാണ്, പല രൂപത്തിൽ ഇടപെട്ടിട്ടുള്ള ആളാണ്. ശരി, അല്ല, ഇതിനകത്ത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ നോക്കൂ, ഇപ്പം അരുൺ ഇവിടെ പറഞ്ഞൊരു കാര്യം, SFIO ഇതാദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അന്വേഷണം നടത്തുന്നത്. ഇതാണല്ലോ പോയിന്റ്. അതെ, അതിനെന്താ കുഴപ്പം? അപ്പോൾ ഇത് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ കേരളത്തിൽ നേരത്തെ നടന്നിട്ടുള്ള ബിരിയാണി ചെമ്പിൽ സ്വർണമോ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൽ സ്വർണമോ അല്ലെങ്കിൽ ഖുറാനിൽ സ്വർണമോ ഒക്കെ വന്ന സമയത്ത് ഒഴിച്ചുള്ള എല്ലാ ഏജൻസികളും കൂടെ വന്നിട്ടുണ്ട് അരുൺ. ഇവരൊക്കെ റാഗി പറന്ന നാടാണ് കേരളം എന്ന് പറയുന്നത്. അങ്ങനെ റാഗി പറന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് അതൊക്കെ തന്നെയും രാഷ്ട്രീയമായിരിക്കാം എന്ന നിലയിലാണല്ലോ നിങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ അതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. അതിലൊരു ഘട്ടം എത്തുമ്പോഴാണ് അതിൽ മുഖ്യമന്ത്രിയുടെ പേര് കൂടി വലിച്ചിഴക്കുന്നു. പക്ഷേ കേസ് അവിടെയുണ്ട്, കടത്ത് അവിടെയുണ്ട്. ആയിക്കോട്ടെ, അതായിക്കോട്ടെ. എന്തായാലും നമ്മൾക്കിപ്പോൾ അതിനകത്ത് എവിടെയും എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഒരു 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 പബ്ലിക് നോളജ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. കേസ് ഫയൽ ചെയ്തു, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. അതെ, ഞാൻ ചോദിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലാണല്ലോ സ്വപ്ന സുരേഷ് എമർജ് ചെയ്തത്. എൻ്റെ സ്വപ്ന സുരേഷിൻ്റെ പുറകെ നമ്മൾ മാധ്യമങ്ങൾ, ഞാനടക്കമുള്ള മാധ്യമങ്ങളെല്ലാം വളരെ വിശാലമായി പറന്നു നടന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ പ്രചരിപ്പിച്ച കഥകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിരിയാണി ചെമ്പ്, ഖുറാൻ, ഈന്തപ്പഴം, ഇതൊക്കെ നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തിരുന്നു. അതൊക്കെ യാതൊരു ലജ്ജയുമില്ലാതെ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ഞാൻ ചർച്ച ചെയ്തിരുന്നു.
പക്ഷേ എന്താ സംഭവിച്ചിട്ടുള്ളത്? അവസാനം ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, അത് എവിടെയും എത്താതെ അവസാനിക്കുന്നു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ SFIO കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ്. നോക്കൂ, കേരളത്തിലെ റോ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഏജൻസികളും കേന്ദ്ര ഏജൻസികളും ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തിനാ SFIO മാത്രമായി മാറി നിൽക്കേണ്ട കാര്യം? SFIO എന്ന് പറയുന്നതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അത് രാഷ്ട്രീയമായി സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത ഒരു ഏജൻസിയാണെന്ന് ഇന്നലെ സ്മൃതി പരുത്തിക്കാട് പറയുന്നത് കേട്ടു. അതെങ്ങനെയാണത്? കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെയും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയം ആ പറയുന്ന ഏജൻസികളെയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ SFIOയെയും ബാധിക്കും. ഈ രാജ്യത്ത് ഇന്നിപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ രാവിലെ പത്രം വായിച്ചപ്പോൾ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ വായിച്ചല്ലോ. അതിൻ്റെ അവസാനത്തെ BJPക്കാരല്ലാത്ത എല്ലാവരെയും ഇതിൻ്റെ ഭാഗമാക്കുക, അന്വേഷണത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യം. കേരളം പോലൊരു സംസ്ഥാനത്ത് മാത്രം അതുണ്ടാകില്ല, കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ അതുണ്ടാകില്ല എന്ന് കരുതാൻ നമുക്കാകില്ല. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അതിശയം തോന്നുന്നു. സ്വർണ്ണക്കടത്തിൽ ഇതിൽ ഒരു വ്യത്യാസമില്ലേ? എവിടെ നിന്നാണ് ഈ വിഷയം ഉയരുന്നത്? എവിടെയാണ് ആദ്യം ഞാൻ അതാ പറയുന്നത്. ഞാൻ ഇതിന്റെ 1-ാം ദിവസം മുതൽ പറയുന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയാൻ ഇന്നത്തെ ദിവസവും നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനത് പറയാം. ഈ CMRL എന്ന് പറയുന്ന കമ്പനി എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിനിടയിൽ അത് മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനിയാണ് എന്ന് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ എഡിറ്ററായിട്ടുള്ള ഇന്ത്യ വിഷൻ തുടർച്ചയായി CMRLനെതിരെ അങ്ങനെയുള്ള നിരവധി റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ CMRL ഞങ്ങൾ പരിസ്ഥിതി ദോഷമുണ്ടാക്കുന്ന കമ്പനിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരുടെ സേവനം ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് പണം കൊടുത്തിട്ടുണ്ട്, ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ പോലീസുകാർക്ക് പണം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ മാധ്യമങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ഏതൊക്കെ രാഷ്ട്രീയക്കാർക്കാണ് പണം കൊടുത്തിരിക്കുന്നതെന്ന് ണ്ട്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ ആദ്യം മുതൽ പറയാണ്. രണ്ടാമത്തെ വിഷയത്തിൽ ഇപ്പോൾ 1.72 3 കൊല്ലം കൊണ്ട് വീണ വിജയൻ എന്ന പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് 1.72 അവരുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനും അതിന് ആനുവലായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടി 1,72,00,000 രൂപ കൊടുത്തതിൽ സേവനം നൽകിയിട്ടില്ല എങ്കിൽ അത് വലിയ വിഷയമാണ് എങ്കിൽ അതുകൂടി പരിശോധിച്ചോട്ടെ. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ ചോദ്യം ഇതിൽ രാഷ്ട്രീയമാണോ എന്നല്ലേ? അത് രാഷ്ട്രീയമാണ് എന്ന ഉത്തരം പറയാനുള്ള എൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കണ്ണ് ആ നിലയിൽ നമ്മൾ ഈ കാളയ്ക്ക് എന്തായാലും പറയാം വടം കിട്ടുമെന്നോ എന്തോ ഒരു സാധനം കിട്ടുമല്ലോ എന്ന പോലെയാണ്. നമ്മൾ വേറെ ഒന്നും കാണില്ല. നമുക്ക് മാർക്സിസ്റ്റ് വിരുദ്ധതയുണ്ടോ? പിണറായി വിജയൻ വിരുദ്ധതയുണ്ടോ? ആ പിണറായി വിജയൻ വിരുദ്ധതയിൽ മാത്രമായി നമ്മൾ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ചുറ്റുവട്ടത്ത് വലിയ ലോകമുണ്ട്, അഴിമതിയുടെ വലിയ ലോകം. ആ അഴിമതിയുടെ വലിയ ലോകം ആരും കാണില്ല. എൻ്റെ സഹപ്രവർത്തകരായ ഇപ്പോൾ ഞാൻ അരുണിനെ പറയണ്ടല്ലോ, ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഈ സ്ഥാപനം ശമ്പളം തരുന്നുണ്ട്. എനിക്കെന്തിനാണ് CMRL പണം തരുന്നത്? എഴുതി വെച്ചിരിക്കുകയല്ലേ, തെളിവ് കിട്ടിയിരിക്കുകയല്ലേ ഈ പറയുന്ന ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിന്. എന്തുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ആളുകൾ നിങ്ങളുടെ തന്നെ മേഖലയെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കാത്തത്? എനിക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ ആ ശുദ്ധീകരണം ആദ്യം നടത്തേണ്ടത് നിങ്ങളല്ലേ? ഉദ്യോഗസ്ഥന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന് സർക്കാർ പണം കൊടുക്കുമ്പോൾ എന്തിനാണ് കർത്ത പണം കൊടുക്കുന്നത്? അപ്പോൾ ഇതൊന്നും നമുക്ക് ചോദിക്കാൻ കഴിയുന്നില്ല. നമ്മൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ആ അഴിമതിയൊക്കെ അവിടെ നടന്നോട്ടെ, അതൊക്കെ നമ്മുടെ നാട്ടിലെ നാട്ടു നടപ്പാണ്. പിണറായി വിജയൻ്റെ മകൾ അവിടെയുണ്ട്, ശരി, പിണറായി വിജയന്റെ മകളെയും പിടിക്കാം. മാധ്യമപ്രവർത്തകർ പണം വാങ്ങുന്നത് സാമൂഹിക ധാർമ്മികതയുടെ പ്രശ്നമാണ്. പക്ഷെ ഞാൻ ഒരു സാമൂഹിക ധാർമ്മികതയുടെ വിഷയവും ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും മുന്നിൽ വന്നാൽ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക സ്വാഭാവികമായും സാമൂഹിക ധാർമ്മികതയ്ക്കെതിരാകുന്ന ഘട്ടത്തിൽ പോലും രാഷ്ട്രീയ ധാർമ്മികത. കാരണം എന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്കില്ലാത്ത ഒന്ന് മുഖ്യമന്ത്രിക്കുണ്ട്, മാധ്യമങ്ങൾക്കില്ലാത്ത ഒന്ന് മുഖ്യമന്ത്രിക്കുണ്ട്. അധികാരം. ആ അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതു തരത്തിലും ഒരു അന്വേഷണത്തെ മരവിപ്പിക്കാം, ഒരു സംഘടനയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാം, പ്രതിരോധങ്ങളെ നിശബ്ദമാക്കാം. ഇതൊക്കെ ചെയ്യാൻ ശേഷിയുള്ളത് രാഷ്ട്രീയ അധികാരത്തിലാണ്. അങ്ങ് പറഞ്ഞല്ലോ, അതിലെനിക്ക് സംതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണം നടന്നുകൊള്ളട്ടെ, അതായിരിക്കണം നിലപാട്. ഓക്കെ, ഒരു കാര്യം നമുക്ക് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്.
അതായത് രാഷ്ട്രീയക്കാരന് 20,000 രൂപയിലധികം പണം നോട്ട് കെട്ടുകളായി നൽകിയിട്ടുണ്ട് എങ്കിൽ, കൈതോലപ്പായയിൽ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് നിയമവിരുദ്ധമാണ്. പോലീസുകാരന് മറ്റുദ്യോഗസ്ഥർക്ക് മാധ്യമപ്രവർത്തകർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാണ്. അതേസമയം നിങ്ങളുടെ പോയിന്റ് വളരെ ക്ലിയറാണ്. എക്സാലോജിക്കിന് 1.72 കോടി രൂപ കൊടുത്തിട്ടുണ്ട് 3 വർഷം കൊണ്ട്. എന്ന് വെച്ചാൽ ഒരു വർഷം ഏതാണ്ട് 60 ലക്ഷം രൂപ. നോക്കൂ സ്മൃതി, ഈ 60 ലക്ഷം രൂപയിൽ എങ്ങനെയാണ് നിങ്ങളത് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തുക? പറയൂ. ഞാൻ ഈ കഴിഞ്ഞ 2 ടെലിവിഷൻ ചാനലുകളിലായി നിരവധി ആനുവൽ മെയിൻ്റനൻസ് കരാർ, നിരവധി സോഫ്റ്റ്വെയർ കരാറിൽ ഒപ്പിട്ടിട്ടുള്ള ആളാണ്. നോക്കൂ, ഇപ്പോൾ എക്സാലോജിക്ക് പറയുന്നു എനിക്ക് CMRൽ നിന്ന് 1,72,00,000 2 കരാറുകളിലായിട്ട് പണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഞാൻ അതിൻ്റെ സേവനം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ എവിടെ? ഞാനും CMRലും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കരാർ എൻ്റെ കയ്യിലുണ്ടല്ലോ. അത് ഏതായാലും കൊടുക്കണം. അല്ല, കേക്ക്, അത് ഏതായാലും ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു കരാറുണ്ട് എന്നുള്ളത്. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ്, ആദായ നികുതി വകുപ്പ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഏജൻസിയുടെ കയ്യിൽ ആ ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ. അപ്പം ഉണ്ണി ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് അത് ROCക്ക് കൊടുത്തില്ല എന്നുള്ളതാണ്. ഞാൻ അതിന് ഇന്നലെ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. ROC പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെൻ്റ് ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ ഏത് പബ്ലിക് ഡൊമൈനിലുള്ള ഏത് ഡോക്യുമെൻ്റാണ് ഹാജരാക്കേണ്ടത് എന്ന മറു ചോദ്യമാണ് വീണ തൈക്കണ്ടിയിൽ ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് വേറൊരു ഡോക്യുമെൻ്റ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി ഉണ്ടെങ്കിൽ കാണിച്ചു തന്നാൽ മതി, ഞാനത് കൺസീഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഏജൻസിയുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് മറ്റൊരു ഏജൻസിയിൽ നിന്ന് നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. CBIയുടെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് EDക്കും കിട്ടിയതുപോലെ തന്നെയാണ്. അത് EDയുടെ കയ്യിൽ നിന്ന് മറച്ചു വെച്ച് നമ്മൾ CBIക്ക് മാത്രം കൊടുക്കുന്നു എന്ന് കരുതേണ്ട കാര്യമില്ല. ഇനി അത് വിടൂ. അപ്പോൾ അങ്ങനെ രണ്ട് ഡോക്യുമെൻ്റ് ഉണ്ട്. ഒന്ന് വ്യക്തിപരമായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ, 2 എക്സാലോജിക് എന്ന കമ്പനിയും CMRL എന്ന കമ്പനിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള 2 ധാരണ. ഇത് രണ്ടുമാണ് കരാർ. ഇത് രണ്ടുമാണ് അവരുടെ കയ്യിലുള്ളത്. അത് രേഖ ഒരു കരാറേ ഉള്ളൂ, അതായത് 1.17. അതെ, മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ധാരണ, മറ്റേത് കരാർ. അതിൽ 55 ലക്ഷം വേറെ ഉണ്ട്. അതെ, 55 ലക്ഷം കഴിഞ്ഞതിന് ശേഷം 55 ലക്ഷം എന്ന് പറയുന്നത് എക്സാലോജിക്കുമായിട്ടുള്ളത്. ബാക്കിയുള്ളത് വീണ വിജയനുമായിട്ടുള്ള അവരുടെ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ധാരണ. നോക്കൂ, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഡിജിറ്റൽ തെളിവാണ് നിങ്ങൾ ചോദിക്കുന്നത്. എന്ത് ഡിജിറ്റൽ തെളിവാണ് ഉണ്ടാവുക? കരാറിനപ്പുറത്തേക്ക് എന്ത് ഡിജിറ്റൽ തെളിവാണ്? ഇപ്പോൾ ഇതാണ് നിങ്ങൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏത് വീണ വിജയൻ്റെ 1.72 എന്നുള്ളത് എന്ത് സേവനം കൊടുത്തിട്ടാണ് ഈ 1.72 കോടി രൂപ CMRL എന്ന കേസ് പൂർത്തിയാക്കട്ടെ CMRL എന്ന കമ്പനി വീണ വിജയന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട കാര്യം, അല്ലേ? അതിന് ആ കരാർ തന്നെ ധാരാളം. ശരി, കുടിച്ചു കൊടുത്തോട്ടെ. അത് പറയാം. ആദ്യത്തെ മൊഴി അത് കഴിഞ്ഞതിന് ശേഷം സത്യവാങ്മൂലം അത് സാങ്കേതികമായ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കയ്യില് അത് അവര് അസസ്മെന്റ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ വരാനിരിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോ SFIOയുടെ ആണ്. SFIOയുടെ മുമ്പിൽ ഇനിയിപ്പോൾ വീണ്ടും ഈ പറയുന്നത് ആ കരാർ കൊടുക്കുന്നു, ഇന്ന സേവനമാണ് ഞാൻ കൊടുത്തതെന്ന് പറയുന്നു. ഉദാഹരണത്തിന് എൻ്റെ ഉണ്ണി, ഇതുകൂടെ ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. ഇപ്പോൾ ഞാൻ ഉണ്ണിയും തമ്മിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ്റെ കാര്യത്തിനകത്തും അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിനകത്തും ഒരു കരാർ, അതെ ആയിക്കോട്ടെ, ഒരു കരാർ ഒപ്പിട്ടു എന്ന് വിചാരിക്കുക. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് ഇമെയിൽ അടിക്കണോ? ഇമെയിൽ അടിക്കും. എപ്പോഴാണെന്ന് അറിയാമോ? ഉണ്ണി എനിക്ക് സേവനം തരുന്നില്ല എന്ന് വരികിൽ എനിക്ക് നിയമപരമായ നടപടികളുമായി ഉണ്ണിക്കെതിരെ പോകണം എന്ന് തോന്നുകയാണെങ്കിലാണ് ഞാൻ ഇമെയിൽ അടിക്കുക. അല്ലെങ്കിൽ ഞാൻ ഉണ്ണിയെ വിളിക്കും, ഉണ്ണി എനിക്ക് ഈ സിസ്റ്റം തകരാറിലായേ, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ കറപ്റ്റായേ എന്ന് പറയുന്നു. ഉണ്ണി ഒരാളെ അയക്കുന്നു. ആ പറയുന്ന എൻ്റെ ആ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ആ പറയുന്ന അപ്ഗ്രഡേഷൻ അത് പൂർത്തിയാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഡിജിറ്റൽ തെളിവ് വേണം എന്ന് ആർക്കാണ് പറയാനുള്ളത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനകത്ത് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന AMCയിൽ ഇപ്പം ഞാൻ നികേഷുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. നികേഷിൻ്റെ കമ്പനിയിൽ വന്ന് ഞാനൊരു സോഫ്റ്റ്വെയർ സർവീസ് നടത്തിയിട്ടുണ്ട് എങ്കിൽ നികേഷിൻ്റെ കമ്പനിയുടെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ ചെയ്ത സർവീസസിൻ്റെ ഒരു
ഇത് കൊടുക്കണം. എന്താണ് Invoice കൊടുക്കും. Invoice കൊടുക്കും. ആ ഇൻവോയ്സ് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് നിങ്ങളുടെ ചീഫ് അക്കൗണ്ടന്റോ ആരാണെന്ന് വെച്ചാൽ അത് ഓക്കെ ചെയ്തിട്ട് അത് ബോധ്യപ്പെട്ടിട്ട് എനിക്ക് പൈസ റിലീസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് സർവീസിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായ റെക്കോർഡ് ഇതാണ്. ഇത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. These are the service I have. അല്ല അവിടെ ഒറ്റ ഇൻവോയ്സേ ഉള്ളൂ. ഒരുമിച്ച് പണം കൊടുത്തല്ലോ. അല്ലല്ല അതാ പറഞ്ഞേ പല പല ഘട്ടങ്ങളിലെ കൊടുത്തില്ല. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അല്ലല്ല സാർ ഒരു നിമിഷം സാർ, ഡെവലപ്മെന്റ്, മെയിൻ്റനൻസ്, മാനേജ്മെന്റ് ഈ 3 കാര്യങ്ങളിലെ സേവനമാണ് വീണ തൈക്കണ്ണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. ഒരു സാധനവും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അല്ല അത് ഒരു നിമിഷം ഡിജിറ്റലിലേക്ക് വരണമെങ്കിൽ അങ്ങനെയല്ലേ? പിന്നെ ബേസിക്സിലേക്ക് പോയി ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. CFO പറഞ്ഞത് മാത്രമല്ല, IT എഞ്ചിനീയറായ അഞ്ജു പറഞ്ഞത് എന്താ? They have not utilized the service of any external agency for IT related work. IT വർക്കിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഏജൻസിയുടെ ഒരു സർവീസും അവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാനേജ്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഡെവലപ്മെന്റ് ഇല്ല, മാനേജ്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ സർവീസസ് ഇല്ല. പിന്നുള്ളതാണ് ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച മെയിൻ്റനൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അത് സാറ്റിസ്ഫാക്ടറിയുമല്ല. അല്ല മാത്രമല്ല, ഇനി ഏതൊക്കെ സർവീസുകളാണ് നികേഷ് അവർ ഉപയോഗിച്ചത്? MS ഓഫീസ്, ഔട്ട്ലുക്ക്, പവർ ബിൽഡർ. ഈ പറയുന്ന നമുക്ക് ഈ IT മേഖലയിൽ പണിയെടുക്കുന്ന ഞാൻ 13,500 രൂപയ്ക്ക് ഉണ്ണി ബാലകൃഷ്ണന് തരാം. 13,500 രൂപയ്ക്ക് ഇത് വാങ്ങി ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ. അതാണ് ഈ സോഫ്റ്റ്വെയർ, ഇതാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെ ദുരൂഹമായ ഇടപാടാണ്. ആ ദുരൂഹമായ ഇടപാടിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് എന്തുകൊണ്ടാണ് വീണയ്ക്കോ അല്ലെങ്കിൽ വീണയുടെ കമ്പനിക്കോ ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ കഴിയാത്തത്? ഇപ്പോൾ രണ്ടാമത്തെ ഏജൻസിയാണല്ലോ വരുന്നത്. ആദ്യം ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഇത് CMRL വ്യക്തത വരുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല എതിരായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അടുത്തത് ROCയിൽ വരുമ്പോൾ വ്യക്തത കൊടുക്കുന്നില്ല. വേണമെങ്കിൽ അവിടെ വ്യക്തത വരുത്താവുന്നതായിരുന്നു. ഇനിയിപ്പോൾ SFIO വരികയാണ്. അത് മാത്രവുമല്ല, ഇതിപ്പോൾ ഒരു കോടതി കേസ് കൂടിയാണ്. ഇപ്പം 12-ാം തീയതി ഈ കേസ് പരിഗണിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ എന്താ പറയാൻ പോകുന്നത്? അന്വേഷണം പ്രഖ്യാപിച്ചു SFIO. ദേവൻ രാമേന്ദ്രൻ നിരീക്ഷണം ഉണ്ടായിരുന്നു നേരത്തെ. എന്തുകൊണ്ട് SFIO വരുന്നില്ല എന്ന് ചോദിക്കുന്നു. 12-ാം തീയതി അവതരിപ്പിച്ചു കഴിഞ്ഞാണ്ടല്ലോ, എന്നാൽ പിന്നെ SFIOയുടെ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കോടതി സീലൂടി ഉണ്ടാകും. അതായത് ഇതുവരെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണം, അതിനുശേഷം വന്നിരിക്കുന്ന ROCയുടെ അന്വേഷണം ഒന്നും കോടതിയിലൂടെ കോടതിക്ക് തടയാൻ കഴിയില്ല. കോടതിക്ക് തടയാൻ കഴിയുന്നത് മാത്രമല്ല, കോടതി ഇതിനെ എൻഡോസ് ചെയ്യും. കോടതി ഇതിനെ എൻഡോസ് ചെയ്യുമ്പം കോടതിയുടെ ദേവൻ രാമേന്ദ്രൻ എൻഡോസ് ചെയ്യും. അല്ലല്ല ഏത് കോടതി എൻഡോസ് ചെയ്യും? കോടതിയായാലും അത് എങ്ങനെ എതിർക്കുന്നത്? അല്ല ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് നിലവിൽ ഈ 13,500 രൂപയ്ക്ക് ചെയ്തു കൊടുക്കാവുന്ന സേവനത്തിന് 1,72,00,000 രൂപ KSIDCയുടെ 13.4% ഓഹരിയുള്ള കമ്പനി ജനങ്ങൾക്ക് കിട്ടേണ്ട പണം വീണ വിജയന് കൊടുത്തു എന്നതാണ് കേസ്. അതിലപ്പുറം ഇത്രയും വലിയ പ്രതിഫലമൊക്കെ വാങ്ങുന്ന, ഇത്രയും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇപ്പൊ എന്താ പൂട്ടിപ്പോയത്? അല്ല ലാഭത്തിലല്ല, നഷ്ടത്തിലാണ്. ഇനി 13,500 പൂർത്തിയാക്കട്ടെ. 13,500 നോക്കൂ. ഒരു സോഫ്റ്റ്വെയറിൻ്റെ വില തീരുമാനിക്കുന്നത്, അതിൻ്റെ മെയിൻ്റനൻസ് തീരുമാനിക്കുന്നത് CMRL എന്ന കമ്പനിയും എക്സാലോജിക് എന്ന കമ്പനിയുമാണ്. അവർ തമ്മിലുള്ള ധാരണയിൽ അവരെന്തൊക്കെയാണ് പൂർത്തിയാക്കട്ടെ, അവർ തമ്മിൽ ആ കരാറിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അരുൺ മനസ്സിലാക്കി. ആ കരാറിലെ വരികളല്ലല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അവരുടെ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എഴുതി വെച്ചോട്ടെ. ഇതിപ്പോ SFIOയുടെ മുന്നിൽ എത്താൻ പോവുകയാണ് ഈ കരാർ എത്തിയേ തീരൂ. ഇനി അഥവാ വീണ തൈക്കണ്ടിയിൽ ഈ പറയുന്ന കരാർ നൽകിയിട്ടില്ല എങ്കിൽ തന്നെയും ആദായ നികുതി വകുപ്പിന്റെ കയ്യിൽ ഈ കരാർ ഉണ്ട്. അവർക്ക് എടുക്കാം. അപ്പോൾ ആ കരാറിൽ ഈ പറയുന്ന 13,500 രൂപയുടെ സേവനം മാത്രമേ വീണ വിജയനിൽ നിന്ന് CMRL ഈ പറയുന്ന 1.72 കോടിക്ക് തേടിയിട്ടുള്ളൂ എങ്കിൽ ആയിക്കോട്ടെ, അത് ആ സമയത്ത് വിലയിരുത്തപ്പെടുമല്ലോ. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ചാടിക്കടിച്ച് 13,500, അപ്പോൾ പിന്നെ 1,72,00,000 1,72,00,000 മൈനസ് 13,700 വിധിന്യായം ഒന്നും പുറപ്പെടുവിക്കണ്ട. ഇത് എന്തായാലും രാഷ്ട്രീയമായി പിണറായി വിജയനെ പിടിക്കാൻ വന്നിരിക്കുന്ന കേസാണല്ലോ. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച അതിനകത്ത് ഉണ്ട് എങ്കിൽ ആ വീഴ്ചയിലേക്ക് പിടിച്ചോളന്നേ അവര്. നിങ്ങൾ എന്തിനാണ് ടെൻഷൻ? അതിന്റെ മലയാളമാണ് ആശങ്ക. അല്ല, നിങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് സർക്കാരിന്
പൊതുജനങ്ങളുടെ താല്പര്യമുള്ള എന്റെ ആരും KSIDC ഒരു കാര്യം- സ്ഥാപനത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ 1,72,00,000 രൂപ അർത്ഥസംഖ്യയ്ക്കിടയില്ലാത്ത വീണാ വിധം വിജയന് വ്യക്തമാക്കാം. കൊടുക്കുന്നതിൽ അങ്ങേക്ക് വിഷമമില്ല? അല്ല, ഉണ്ട്. എനിക്ക് എല്ലാ കാര്യത്തിലും വിഷമമുണ്ടെന്നേ. എനിക്ക് ഇക്കാര്യത്തിൽ എല്ലാ കാര്യത്തിനകത്തും വിഷമമുണ്ട്. എനിക്കറിയാം, ഞാൻ ഈ കഴിഞ്ഞ 20 വർഷമായി കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. CMRL-മായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ എനിക്കറിയാം. CMRL എങ്ങനെയാണ് നിലനിന്നത് എന്ന് എനിക്കറിയാം. CMRL ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും രാഷ്ട്രീയക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കും പണം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതിന്റെ ഭാഗമായി 1,72,00,000 കരാർ ഏതെങ്കിലും തരത്തിൽ വീണാ വിജയൻ ഒരു സമ്മാനമായി നൽകിയിട്ടുള്ളതാണ് എങ്കിൽ അത് പരിശോധിക്കപ്പെടട്ടെ. പക്ഷേ നോക്കൂ, കേരളത്തിലെ ഒരു മാധ്യമ ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അത് പിണറായി വിജയനിലേക്ക് മാത്രം എത്തിക്കുക എന്നുള്ള. പിണറായി വിജയനിലേക്ക് മാത്രം എത്തിക്കുന്നതിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള പിണറായി വിജയനിൽ ഒരു സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കട്ടെ. പക്ഷേ ഞാൻ ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള, ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് നോക്കിക്കാണാനുള്ളത് അതിന്റെ പൂർണ്ണ രൂപത്തിലാണ്. ആ പൂർണ്ണ രൂപത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാവുമോ? പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് അരുൺ. അതായത് നോക്കൂ, ഈ പറയുന്ന വീണാ വിജയനും CMRL-ഉം തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടായിട്ടും അതിനകത്ത് ഇൻവോയ്സ് ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് ബില്ല് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പണം രേഖാമൂലം, അതായത് ബാങ്ക് അക്കൗണ്ട് മുഖേന വാങ്ങിയിട്ടുണ്ട്, അതിനവർ ടാക്സ് അടച്ചിട്ടുണ്ട്. ആ കേസിൽ ഇവർ ആദായ നികുതി വകുപ്പ് ഇളവ് നൽകാതെ ഇളവ് നൽകാതെ അവര് രാഷ്ട്രീയക്കാരന് പണമായി കൊടുത്തതിൽ, അവര് ടെമ്പിളിന് പണമായി കൊടുത്തതിൽ, അവര് ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും രാഷ്ട്രീയക്കാർക്കും പണമായി കൊടുത്തതിൽ അവർ ഇളവ് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകം തന്നെ കേന്ദ്ര ഏജൻസികൾ ഈ കേസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. പിണറായി വിജയനെ മാത്രം പിടിച്ചാൽ മതി എന്ന നിലയിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നേ. എങ്ങനെ ഇമ്മ്യൂണിറ്റി? ഉമ്മൻചാണ്ടിക്ക് എങ്ങനെ ഇമ്മ്യൂണിറ്റി വരുന്നത്? അപ്പോൾ നിങ്ങൾ കേസ് മനസ്സിലാക്കിയിട്ടില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ 100 രൂപയാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് അസസ്സി നൽകിയിരിക്കുന്നത്. 100 രൂപ. അതിൽ 70 രൂപ അവർക്ക് എന്ത് കൊടുത്തു? ആദായ നികുതി ഇളവ് കൊടുത്തു. ഈ ആദായ നികുതി ഇളവ് കൊടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രോസിക്യൂഷനും പാടില്ല എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പിന്റെ തീർപ്പ്. അങ്ങനെയല്ല. അപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ ഈ 70 രൂപയിൽ വരുന്നതാണ് മാധ്യമ പ്രവർത്തനം കൊടുത്ത കൈക്കൂലി, കൈക്കൂലി. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള കൈക്കൂലി. ബാക്കി 30 രൂപയിൽ നിന്നാണ് ഈ പറയുന്ന വീണാ വിജയന്റെ വിഷയം വരുന്നത്. പ്രോസിക്യൂഷൻ എന്നുള്ളത് കമ്പനി അഫയേഴ്സ് നിയമത്തിന്റെ അന്വേഷണത്തിൽ നിന്നുള്ള പരിരക്ഷയല്ല. അതെങ്ങനെ അങ്ങനെ നിർവചിക്കുക? ഐടിയുടെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ഐടിയുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷനിൽ നിന്നാണ് ഒഴിവാക്കിയിരിക്കുന്നത്. വിവാഹമോചന കേസിൽ വിവാഹമോചന കേസിൽ പറയും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കേസിൽ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പരസ്പരം കോടതിയിൽ കേസ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് നാളെ ചെയ്യുന്ന കൊലപാതകത്തിന് കേസ് കൊടുക്കാൻ പാടില്ലെന്നല്ല. എന്റെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ടോട്ടാലിറ്റി എടുക്കുക. ഈ ടോട്ടാലിറ്റി എവിടെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു എനർജി എടുത്തത്. ഞാനിതിനകത്തൊന്നും പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചാണ് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഇനിയിപ്പോ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി എനർജി എനിക്ക് രണ്ടാമതും ഇൻകോർപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയില്ല. എന്റെ വിഷയം ഇത് ഒറ്റ വാചകല്ലേ ഉള്ളൂ. ഇതിപ്പോ ആദായ നികുതി വകുപ്പിന്റെ വേണ്ട, എനിക്ക് കാണണമല്ലോ. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു റിപ്പോർട്ട് അടിച്ചു കയറ്റുന്നു, അല്ലെ, ഒരു അസസ്മെന്റ് അടിച്ചു കയറ്റുന്നു. അതാണല്ലോ നമ്മുടെ മൂല ആയുധം, തെളിവുകളുടെ അടിസ്ഥാനം. ഇതിനകത്ത് തന്നെ ഈ വീണാ വിജയന്റെ കേസ് മാത്രമേ തുടർ പ്രക്രിയയായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാൻ പാടുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും കൊടുത്ത കാശ് അവര് ഇമ്മ്യൂണിറ്റി കൊടുത്ത് ഒഴിവാക്കിയിരിക്കുന്നത്. അതിനകത്ത് പിണറായി വിജയൻ ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. പിണറായി വിജയൻ അത് നിഷേധിച്ചിട്ടുണ്ട്. പിണറായി വിജയനെതിരെ തെളിവുണ്ടെന്ന് തപ്പ് ഉണ്ടല്ലോ. അത് തപ്പുന്നതിന് പകരം അതിനകത്ത് കേക്കരുണേ പുച്ഛിക്കാതെ കേക്ക് സ്മൃതി കാത്തുക്കാണ് ഒരു പുച്ഛം കിട്ടുമോ നോക്കിയിട്ട് ഒരു ആംബിയൻസ് ഇടാൻ വേണ്ടി. ഈ ഇടക്കിടക്ക് സൈലൻസ് വരുമ്പോൾ ഒരു ആംബിയൻസ് സ്മൃതി ഇങ്ങനെ ഇടക്കിടക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ പിണറായി വിജയനെ അതിനകത്ത് പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പിടിച്ച ഒപ്പം പിടിക്കപ്പെടുന്ന ആരാണ്?
മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നമുക്ക് അതിലേക്ക് പോകില്ല എന്നെങ്കിലും ഉറപ്പിക്കാൻ 2013 പറ്റില്ല. കാലഘട്ടത്തിലെ പറ്റില്ല. അസസ്മെന്റ് ആണ് സ്മൃതി പരുത്തിക്കാടെ. അപ്പോ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല പേരുകൾ പറയുന്നത്. അപ്പോ ആ പേരുകൾക്കിടയിൽ പിണറായി വിജയനെ കിട്ടിയിട്ട് കാര്യമില്ല, കാരണം അവരും പിടിക്കപ്പെടുമല്ലോ. കളഞ്ഞു. ബാക്കിയുള്ള 30% വരാൻ വേണ്ടി ഇതെടുത്തിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ മൂക്ക് കുടിച്ച് ഇങ്ങനെ പിടിക്കട്ടെ, അത് നടക്കട്ടെ. പക്ഷേ ഇതിനകത്ത് രമേശ് ചെന്നിത്തല ഒന്നും തൊടാൻ ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല, താല്പര്യമില്ല. ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. രമേശ് ചെന്നിത്തല തൊടണമെന്ന് വെച്ചാൽ തൊടാം. ഇല്ല, തൊടാനൊക്കെ പറ്റും. അതൊക്കെ നമ്മുടെ ഒരു മുൻവിധിയാണ്. ഈ പിണറായി വിജയന്റെ മോള് ഏതെങ്കിലും തരത്തിൽ 1.72 ഏതെങ്കിലും ക്രമക്കേട് തുമ്മെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചങ്ങ് പോട്ടെന്ന്. അതെ, തെറിച്ചു കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളും കമ്മ്യൂണിസ്റ്റുകാരും ഇതേ നിലയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. തുമ്മ തെറിച്ച പോട്ട്, അങ്ങനെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അവർക്ക് ഉള്ളതെങ്കിൽ തെറിച്ചു പോട്ട്. ശരി, അപ്പോൾ നമ്മൾ വിധിയിലേക്ക് എത്താം. എല്ലാം രാഷ്ട്രീയമോ എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യമാണ്. എല്ലാം രാഷ്ട്രീയമോ എന്ന ചോദ്യത്തിന് ഒരാൾ എല്ലാം രാഷ്ട്രീയം എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നു. 3 പേർ രാഷ്ട്രീയമല്ല, അതിൽ ഒരു കഴമ്പുണ്ട്, അതിലൊരു കേസുണ്ട് എന്ന നിലപാട് കൂടി. രാഷ്ട്രീയം മാത്രമല്ല, അങ്ങനെയാണല്ലേ നമ്മൾ 3 പേരും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് രാഷ്ട്രീയം മാത്രമല്ല, അങ്ങനെയാ രാഷ്ട്രീയം മാത്രമല്ല എന്നാണ് നമ്മളുടെ നിലപാട്, അല്ലേ? ഈ കാര്യം കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ 3 പേരും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പോഴും there is a case, അവിടെ ഒരു കേസ് ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് എന്ന് 3 പേരും. എനിക്കും നിഗമനമുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കേസില്ലാന്നാണോ ഞാൻ പറയുന്നത്? എല്ലാം രാഷ്ട്രീയമോ എന്നതായിരുന്നു ചോദ്യം. എല്ലാം രാഷ്ട്രീയമാണ്. എല്ലാം രാഷ്ട്രീയമാണോ എന്നുള്ള അതാണ് പറയുന്നത്. നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അതിങ്ങനെ ഒരു സൈഡിൽ ഒരു ഗോൾ പോസ്റ്റിൽ കൊണ്ട് ചേർക്കണം, എന്നിട്ട് നിങ്ങൾ അതിന് ഒരു വ്യാഖ്യാനം കൊടുക്കുക. എല്ലാ രാഷ്ട്രീയമാണോ രാഷ്ട്രീയ പ്രക്രിയ തുടങ്ങി. ഇപ്പൊ വീണ വിജയനിൽ മാത്രം അന്വേഷണം. കളി നിയമത്തെ ചോദ്യം ചെയ്യുന്നത് വാലിഡ് ആയ റീസൺ ഉണ്ടാവണം. നമ്മൾ എന്താ ചോദ്യം ഇട്ടിരിക്കുന്നത്? എല്ലാം രാഷ്ട്രീയമോ എന്ന് പറഞ്ഞാൽ എല്ലാം രാഷ്ട്രീയമാണോ? ഇതിനകത്തൊരു കഴമ്പുമില്ലേ? ഇതിനകത്ത് ഒരുപാട് കേസുണ്ട്. പക്ഷേ ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം കേസുണ്ടോ ഇല്ലയോ? അരുൺ ഇങ്ങനെ എടുക്കും. അതായത് ഇതിനകത്തൊരു കേസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പ്രോസസ്സ് മുഴുവൻ രാഷ്ട്രീയമാണ്. ഇപ്പോൾ നടക്കുന്ന 3 അംഗ അന്വേഷണം, 4 അംഗ അന്വേഷണം, ഇപ്പൊ ഉണ്ടാക്കുന്ന SFI അന്വേഷണം, എല്ലാം രാഷ്ട്രീയമാണ്. അപ്പൊ ഇതിലൊരു കേസുണ്ട് എന്ന് അങ്ങ് സമ്മതിക്കുന്നു? കേസ് രാഷ്ട്രീയമാണ്. മനസ്സിലായില്ല. എന്താ മനസ്സിലാത്ത? എന്നോട് അങ്ങോട്ട് ചോദിക്കാല്ലേ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്തൊരു കഴമ്പുണ്ടോ? ഈ ഒരു വിഷയത്തിൽ ദുരൂഹതയുണ്ടോ? ഇടപാടിലെ ദുരൂഹത ഞാൻ ആദ്യ ദിവസം മുതൽ പറയല്ലേ. ഈ പറയുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ട. വളരെ വ്യക്തമായി ചോദിക്കാം. അതായത് CMRലും എക്സാലോജിക്കും CMRലും രാഷ്ട്രീയ നേതാക്കളും CMRലും KSIDCയും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദുരൂഹതയുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണോ? അല്ല, അതെങ്ങനെയാണ് അങ്ങനെ? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രമേ ആ കാര്യത്തെ ഞാൻ കണ്ടതുള്ളൂ എന്നുള്ളതാണോ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. അല്ലല്ല, അങ്ങനെ അല്ലല്ലോ. അത് തർക്കിക്കേണ്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ CMRL വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും മാധ്യമപ്രവർത്തകരുടെയും എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വരുന്ന പ്രോസസ്സ്, അതായത് ROCയുടെ അന്വേഷണം, അതിനോടൊപ്പം തന്നെയും ഇല്ല അങ്ങനെ പോകാനൊന്നും പറ്റില്ല കേട്ടോ. ഒരു പരിപാടിയില്ല, ഒരിടവേളയില്ല. അങ്ങനെ രക്ഷപ്പെടണം. അങ്ങനെ ഇത് പൂർത്തിയാക്കിട്ട് പോയാൽ മതി. അതായത് ഈ പറയുന്ന പ്രോസസ്സ് ഇപ്പോ ROCയുടെ 3 അംഗ അന്വേഷണ കമ്മീഷൻ, 4 അംഗ അന്വേഷണ കമ്മീഷൻ, ഇപ്പോ വന്നിരിക്കുന്ന ഈ പറയുന്ന SFIയുടെ ഇടപെടൽ, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. അപ്പോൾ ഏത് അന്വേഷണമാണ് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന അഭിപ്രായത്തിലേക്ക് എത്തിക്കുക? രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത അന്വേഷണം വേണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് ചോദിച്ചു. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലാതിരിക്കണമെങ്കിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് തന്ന പണം
നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് തന്ന പണം, നിങ്ങൾക്ക് പോലീസുകാർക്ക് തന്ന, നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർ, അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ആദായ നികുതി ഇളവും നൽകരുതായിരുന്നു. 20,000 രൂപയിൽ കൂടുതലുള്ള പണം ബാങ്ക് മുഖേന അല്ലാതെ രാഷ്ട്രീയക്കാരന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്മൃതി, രാഷ്ട്രീയക്കാരന് മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കും പോലീസുകാർക്കും കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിന് നിങ്ങൾ എങ്ങനെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഇളവ് നൽകിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി നൽകുക? അപ്പോൾ അവര് ആ നിലയിൽ ആ വിഷയത്തെ കാണുകയും ഇത് ക്രിമിനൽ കേസായി അന്വേഷിക്കേണ്ട വിഷയമാണ് എന്ന് SFIയോട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാകുമെന്ന് ഞാൻ കരുതുമായിരുന്നില്ല. ശരി എന്ന് പറഞ്ഞാൽ ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കാര്യത്തിലാണ് അങ്ങക്ക് വിയോജനക്കുറിപ്പുള്ളത്. ROCയുടെ കാര്യത്തിൽ വിയോജിപ്പില്ലല്ലോ. അതായത് ROCക്ക് ഈ കേസ് അന്വേഷിക്കാമല്ലോ. ഈ കമ്പനി അഫയേഴ്സ് 210 പ്രകാരം ഇതിനകത്തൊരു ദുരൂഹമായ ഇടപാട് നടന്നിട്ടുണ്ട്. അത് കമ്പനി ROCക്ക് അന്വേഷിക്കുന്നതിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു കുറ്റപത്രം അവിടെ ഉണ്ടല്ലോ. ആ കുറ്റപത്രത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ആ കുറ്റപത്രം എഴുതി ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ SFIO അന്വേഷിക്കുന്ന കേസിന്റെ പരിധിയിൽ നിന്ന് ഈ രാഷ്ട്രീയ നേതാക്കളെ ഒഴിവാക്കുന്നു എന്നുള്ള എന്ത് സൂചനയാണ് അങ്ങേക്കുള്ളത്? കാരണം അവര് ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്നു പ്രോസിക്യൂഷനിൽ. പ്രോസിക്യൂഷനിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്നു. സാറേ അങ്ങനെയാണ് വാചകം. ഒരു ക്രിമിനൽ ഒഫൻസ് അല്ലേ അത്? അങ്ങനെ പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസിന് IT വകുപ്പിന് എങ്ങനെയാണ് പ്രോസിക്യൂഷൻ കൊടുക്കാൻ പറ്റുക? ഇനി വേറൊരു കാര്യം, അത് അരുൺ പറയുന്നത് പോലെ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിശാലമായി അന്വേഷിക്കുകയാണെങ്കിൽ, SFIO വിശാലമായി അന്വേഷിക്കുകയാണെങ്കിൽ അവിടെ വേറെയും പ്രശ്നങ്ങളുണ്ട് അരുൺ. അതായത് ഇതിനകത്ത് BJP-കാരനില്ല. അപ്പൊ UDF കേരളം ഭരിക്കാത്തോണ്ടെന്നല്ല, ചില്ലറ കേസുകളിൽ നിങ്ങൾ പിടിക്കുകയാണ്. അതായത് ജന്മഭൂമി എന്ന് പറയുന്ന പത്രത്തെ അറിയാമോ? അറിയാം. ജന്മഭൂമിക്ക് പണം കൊടുത്ത കാര്യം അറിയാമോ? എനിക്കറിയില്ല. ജന്മഭൂമിക്ക് പണം കൊടുത്ത കാര്യത്തിലാണ് അവിടുന്ന് ഹരിയസ് കർത്ത ചാടിയത് എന്ന് അറിയാമോ? അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കാര്യം അറിയാമോ? ഇല്ല, ഇതൊന്നും അറിയില്ല. അപ്പോ തെളിവല്ലോ ഹരിയസ് കർത്തയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ലേ? അപ്പോൾ ഹരിയസ് കർത്ത പറഞ്ഞു ഇങ്ങനെയൊക്കെ പണം ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ഞാനില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ എഡിറ്ററായിട്ടുള്ള അതിൻ്റെ ചുമതലക്കാരനായ ഹരിയസ് കർത്ത പുറത്തേക്ക് ഇറങ്ങാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട്. അപ്പോൾ ഇതൊന്നും അന്വേഷിക്കാതെ നിങ്ങൾക്ക് ഈ പറയുന്ന വീണ വിജയൻ്റെ 3 കൊല്ലത്തെ 1.72 മാത്രം അന്വേഷിച്ചാൽ മതി എന്നാണെങ്കിൽ മുഴുവൻ രാഷ്ട്രീയമാണെന്നേ. ശരി, അപ്പോൾ മുഴുവൻ രാഷ്ട്രീയമാണ് എന്ന് MV നികേഷ് കുമാർ. മുഴുവൻ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയമുണ്ട്, പക്ഷേ ഇതിലൊരു കേസുമുണ്ട് എന്ന് ബാക്കി 3 പേർ. Meet the editors.